ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങൾ ലോകത്തിലെ ഏറ്റവും തീവ്രമായ കായിക വൈരങ്ങളിൽ ഒന്നാണ്. കേവലം ഒരു ക്രിക്കറ്റ് മത്സരം എന്നതിനപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ ചരിത്രപരമായ ബന്ധങ്ങൾ ഈ മത്സരങ്ങളുടെ ആവേശം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നു. പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഫീൽഡിലും പുറത്തും നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ഏഷ്യ കപ്പ്. കൈകൊടുക്കൽ വിവാദവും രാഷ്ട്രീയപരമായ പരാമർശങ്ങളും ട്രോഫി നിരസിക്കലും ഒക്കെയായി ഇരു രാജ്യങ്ങളിലെ താരങ്ങൾ ഫീൽഡിലും പുറത്തും നടത്തിയ കാര്യങ്ങൾ വലിയ വിവാദങ്ങൾക്കായിരുന്നു വഴിവെച്ചത്. മത്സരത്തിന് മുൻപും ശേഷവും ഇന്ത്യൻ ടീം, പ്രത്യേകിച്ച് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, പാക് താരങ്ങളുമായി പതിവുള്ള കൈകൊടുക്കൽ ഒഴിവാക്കിയത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇത് പ്രോട്ടോകോളിനോടുള്ള അനാദരവായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കാണുകയും ഔദ്യോഗികമായി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ സൂര്യകുമാർ യാദവ് വിജയശേഷം സൈനിക നടപടികളെക്കുറിച്ചും ഭീകരാക്രമണങ്ങളെക്കുറിച്ചും നടത്തിയ പരാമർശങ്ങളും വലിയ വിവാദമായി. ഇതിനെതിരെ പാകിസ്ഥാൻ പ്രതിഷേധവും രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ കളിക്കാരും വിമാനങ്ങളെ വെടിവെച്ചിടുന്നതിനെ സൂചിപ്പിക്കുന്നത് പോലുള്ള പ്രകോപനപരമായ ആംഗ്യങ്ങൾ കാണിച്ചതും വലിയ വിമർശനങ്ങൾക്കിടയാക്കി. ഇതിന്റെ പേരിൽ താരങ്ങൾക്ക് പിഴയും ചുമത്തിയിരുന്നു. ഈ മത്സരങ്ങൾ വെറും ക്രിക്കറ്റ് എന്നതിലുപരി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ വികാരങ്ങളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും പ്രതിഫലിപ്പിക്കാറുണ്ട്. പലപ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ക്രിക്കറ്റ് മൈതാനത്തും പ്രകടമാകാറുണ്ട്. 1962-നും 1977-നും ഇടയിലും 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷവും ദീർഘകാലത്തേക്ക് ക്രിക്കറ്റ് ബന്ധങ്ങൾ നിർത്തിവെക്കേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കളിക്കുമേലുള്ള ഈ രാഷ്ട്രീയം യഥാർത്ഥ ക്രിക്കറ്റ് പ്രേമികളെ അലോസരപ്പെടുത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ലോക ക്രിക്കറ്റിലെ ഏറ്റവും ആവേശം നിറഞ്ഞ പോരാട്ടമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത്. എന്നാൽ ഈ മത്സരം കേവലം ഒരു കായിക വിനോദത്തിനപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രാഷ്ട്രീയ ചരിത്രപരമായ പിരിമുറുക്കങ്ങളുടെ ഒരു വേദിയായി മാറുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ക്രിക്കറ്റിന്റെ സൗഹൃദപരമായ അന്തരീക്ഷം പലപ്പോഴും രാഷ്ട്രീയപരമായ കയ്പ് നിറഞ്ഞ സംഭവങ്ങൾക്ക് വഴിമാറുന്നത് കായിക ലോകത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നു. ഇന്ത്യ പാക് മത്സരങ്ങളെ മാധ്യമങ്ങളും ആരാധകരും പലപ്പോഴും യുദ്ധം എന്ന നിലയിലാണ് ചിത്രീകരിക്കുന്നത്. ഇത് മത്സരത്തിന്റെ സമ്മർദ്ദം അനിയന്ത്രിതമാക്കുകയും കളിക്കാർക്ക് മേൽ വലിയ ഭാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. ഒരു സാധാരണ കായിക മത്സരം എന്നതിലുപരി രാജ്യത്തിന്റെ ദേശീയ ബഹുമതിയെ നിർവചിക്കുന്ന ഒന്നായി ഈ കളികൾ മാറുന്നു. രാഷ്ട്രീയം കലരുമ്പോൾ തീർച്ചയായും കളിയുടെ സൗന്ദര്യവും സ്പോർട്സ്മാൻഷിപ്പും ഇല്ലാതാകുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. കളിക്കാർ തമ്മിലുള്ള സൗഹൃദപരമായ ഇടപെടലുകൾ പോലും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാവുകയോ ചെയ്യുന്നു. രാഷ്ട്രീയമായ വ്യാഖ്യാനങ്ങൾ ആരാധകർക്കിടയിലെ വൈകാരിക തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇത് പലപ്പോഴും അതിരുകടന്ന പ്രതികരണങ്ങൾക്കും എതിർ ടീമിലെ കളിക്കാർക്ക് നേരെ വർദ്ധിച്ച ട്രോളുകൾക്കും ഒപ്പം ഭീഷണികൾക്കും കാരണമാകുന്നു. ആരോഗ്യകരമായ വൈര്യം എന്നതിലുപരി ഇത് ശത്രുതയുടെ തലപ്പത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. കായിക മത്സരങ്ങൾ രണ്ടു രാജ്യങ്ങൾക്കും പരസ്പരം അടുക്കാനും സൗഹൃദം സ്ഥാപിക്കാനുമുള്ള ഏറ്റവും മികച്ച വേദികളാണ്. എന്നാൽ ഇരു രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് ബോർഡുകളും രാഷ്ട്രീയ നേതാക്കളും ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം പലപ്പോഴും വിദ്വേഷം വളർത്തുന്ന നിലപാടുകൾ എടുക്കുന്നതായി കാണാം. തങ്ങളുടെ പ്രകടനം രാജ്യത്തിന്റെ ദേശീയ അഭിമാനത്തിന്റെ അടയാളമായി മാറുമ്പോൾ കളിക്കാർക്ക് സ്വാഭാവികമായും വലിയ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരും. ഇത് അവരുടെ സ്വാഭാവികമായ കളി പുറത്തെടുക്കുന്നതിനെ ബാധിക്കുകയും ചെറുതും വലുതുമായ തോൽവികൾക്ക് പോലും അമിതമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുന്നു. പാക് താരങ്ങൾ പ്രകോപനപരമായ ആംഗ്യങ്ങൾ കാണിച്ചതും ഇന്ത്യൻ ക്യാപ്റ്റൻ രാഷ്ട്രീയപരമായി സംസാരിച്ചതും ഈ സമ്മർദ്ദത്തിന്റെ ഫലമായി കാണാവുന്നതാണ്. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ ആകർഷിക്കാൻ കഴിവുള്ള മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ഈ വൈരം ആരോഗ്യകരമായി നിലനിർത്താൻ രാഷ്ട്രീയ ഇടപെടലുകൾ കുറയ്ക്കേണ്ടതും കായിക ലോകത്തിന്റെ അടിസ്ഥാന തത്വമായ സ്പോർട്സ്മാൻഷിപ്പ് ഉയർത്തിപ്പിടിക്കേണ്ടതും അത്യാവശ്യമാണ്. കളിക്കാർ, ക്രിക്കറ്റ് ബോർഡുകൾ, മാധ്യമങ്ങൾ, ആരാധകർ എന്നിവർ ഈ മത്സരത്തെ ഒരു യുദ്ധമായി കാണുന്ന രീതി മാറ്റണം. ക്രിക്കറ്റ് എന്നത് ഒരു ഗെയിം മാത്രമാണ്. അത് നയതന്ത്രപരമായ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള വേദിയല്ല. കളിക്കാരെ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ പേരിൽ വിലയിരുത്തുന്നതിന് പകരം അവരുടെ കായികപരമായ മികവിന് പ്രാധാന്യം നൽകണം. എന്തായാലും കായിക മത്സരങ്ങളെ കായികമായി മാത്രം കാണാൻ ഇരു രാജ്യങ്ങൾക്കും എപ്പോഴാണ് സാധിക്കുക എന്ന ചോദ്യമാണ് യഥാർത്ഥ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ എന്നും അവശേഷിക്കുന്നത്.